ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്ക് പറ്റിയൊരു ഐറ്റമായിട്ടാണ് കേട്ടോ. വെണ്ടയ്ക്ക മസാല എങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. വെണ്ടയ്ക്കയൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തവർ പോലും ഈ കറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ചപ്പാത്തിയുടെ കൂടെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണേ. അപ്പോൾ ഇത് ഞാൻ വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാവേ. ഞാനിവിടെ വെണ്ടയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി വേണം, സവാള വേണം, പച്ചമുളക് വേണം. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, പിന്നെ മല്ലിയില വേണം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ വെണ്ടയ്ക്കയെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ സെയിം ഓയിലിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം, പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി നമുക്കിതിലേക്ക് തൈര് വേണം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.